രേഷ്മാസ് കിച്ചണിലോട്ട് എവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ചേർത്തിട്ടുള്ള ഒരു മുരിങ്ങയിലക്കറിയാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 400 ഗ്രാം കപ്പ നുറുക്കിയത് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പ വേവാൻ ആവശ്യമായിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കപ്പ മൂടുന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇവയെല്ലാം നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാൻ അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും പിന്നെ അരയ്ക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചില കപ്പയെല്ലാം നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുരിങ്ങയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 കൈപ്പിടി മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇവയെല്ലാം നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. മുരിങ്ങയില വേവാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില എല്ലാം ഇവിടെ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി ഒന്ന് നന്നായി തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കറിക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിയെല്ലാം നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 2-3 കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ കളറെല്ലാം മാറി ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാം പറയണം. നല്ല രുചിയാണ് നമ്മുടെ ഈ കറിക്ക്. ചോറിൻ്റെ കൂടെ എല്ലാം ചൂടോടുകൂടി കറി ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.